ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം പറഞ്ഞില്ലേ? എന്നാ വേണമെന്നാ പറഞ്ഞേ? ആ നീല കല്ല് കണ്ടോ? അങ്ങനെ പലതും കൊള്ളാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളിവിടെ മിണ്ടാതെ നിപ്പുണ്ട്. ഇത് നമ്മുടെ റൂമിലെ ചേച്ചിയാ കേട്ടോ. അനുജ എന്നാണ് പേര്. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ പുറത്തു പോകാൻ തുടങ്ങുവാണ്. ഞങ്ങൾ 2 പേരും കൂടെ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ 2 പേരും ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് 2 കൊമ്പൊക്കെ കെട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചിനോട് പറഞ്ഞു നിങ്ങൾ കെട്ടുന്ന കണ്ടപ്പോ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തു കെട്ടിക്കോ, സുന്ദരിയാക്കി കേട്ടോ. അപ്പൊ സുന്ദരിയാക്കി. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കറങ്ങാൻ പോവാണ്. അപ്പം മാളുക്കുട്ടി ഇവിടെ വന്നിട്ട് മാളുക്കുട്ടീനെ ഇന്നലെ ഞാൻ കൊണ്ടുപോയി മറ്റേ നമ്മുടെ അബ്ര സൈഡ് അവിടെയൊക്കെ കാണിച്ച് ബോട്ടൊക്കെ കാണിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അവത്തി എനിക്ക് കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഗോൾഡ് സൂക്ക് പോയിട്ട് അവിടുത്തെ സ്വർണ്ണമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വല്ലതും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും. വേണമെന്ന് പറയോ? അങ്ങനല്ല, വേണ്ട വേണ്ട എന്ന് പറയണം. എന്ത് കണ്ടാലും സൂപ്പറാന്ന് പറയണം. വേറെ വേണം എന്നൊരു വാക്ക് പറയരുത് കേട്ടോ. എനിക്കിത് വേണം എന്ന് ഞാൻ പറയേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പതുക്കനെ അപ്പൊ ചാറ്റ മഴയുണ്ട് പുറത്ത്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ചാറ്റ മഴയൊക്കെ അല്ലേ, ചെറിയൊരു കട്ടനൊക്കെ കഴിച്ച് പതുക്കനെ ബോട്ടിലൊക്കെ ഒന്ന് കയറി ഗോൾഡ് സൂക്കൊക്കെ ഒന്ന് പോയി കറങ്ങി വരാം. അപ്പം ഞാനിപ്പം പപ്പയും അമ്മയും വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉടനെ പറയുകയാണേ അതേ അവിടെ ചെന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്നതൊക്കെ കൊള്ളാം, അതേ കൂട്ട് ഒരെണ്ണം മേടിച്ച് എൻ്റെ കൊച്ചിൻ്റെ കയ്യിലങ്ങിട്ട് കൊടുത്തേക്കണേന്ന്. എന്ത് സാധനങ്ങളാന്നേ. അവർക്കൊരു കൊതി. മേരെ പാസ് ക്യാഷ് നഹീ ഹേ. പിറ്റക്കാരിയുടെ കൂടെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നെ. ഇപ്പൊ എന്നാ പറഞ്ഞാലും ഞാൻ പറയും എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിലില്ല എന്ന് പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആളിങ്ങനെ നോക്കിയിരിക്കുക. ഇതാകുമ്പോ ഒരു ദർഹത്തിന് എനിക്ക് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവരാം. എങ്ങനെയുണ്ടോ? പോകാ. എനിക്ക് കൈ വേദന എടുക്കുന്നു. ചേട്ടായി വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് എടാ അങ്ങനെ പിടിയടാ ഇങ്ങനെ പിടിയടാ എന്നൊക്കെ പറയാം. എന്റെ ചെറുക്കന്റെ കൈ വേദന എടുക്കുന്നത് ഇങ്ങനെയാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ. ഇങ്ങോട്ട് നോക്കടാ, മഴയാടാ. എന്നാ ചെയ്യും? മഴ ഉണ്ട് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് കൊട എടുക്കാതാടാ എല്ലാരും ഇറങ്ങിയത്. ഞാൻ പറഞ്ഞതാ മഴയാന്ന്. അപ്പൊ മഴ ചാർന്നുള്ളെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. എന്നെ ഗോൾഡ് സൂക്കി കൊണ്ടുപോയില്ല, ഞാൻ ഇന്ന് തട്ടും തന്നെ. മഴയത്ത് ബോട്ട് സർവീസ് ഒക്കെ കാണുമല്ലേ? ഇവിടുത്തെ മഴ ഇത്രേ ഉള്ളൂ. തന്റെ നാട്ടിലെ മഴ ഇങ്ങനെ. ഇപ്പം ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ ഓരോ സുലൈമാനിയുമായി പതുക്കൻ അങ്ങ് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടോ? ഇന്നലെ നടക്കാൻ വന്നപ്പോൾ ഞാൻ സുലൈമാനി മേടിച്ചു കൊടുത്തു. ഇന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിക്കുക ചേച്ചി സുലൈമാനി എന്തെന്ന്. ബാ, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കുടിച്ചോ കേട്ടാ. ഇന്നലെ പറഞ്ഞ സാധനത്തെ കയറാൻ പോകണോ? ആണോ? കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് പതുക്കനെ ആൾ വീഡിയോ എടുത്ത് തന്നു. ഞാൻ കയറുന്നത് എടുക്കണേന്നും പറഞ്ഞോണ്ട് കേട്ടോ. കയറിക്കോ, പേടിയുണ്ടോ? അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പുറത്ത് പോയിരുന്നോടോ. ഇങ്ങോട്ട് പോകത്തില്ല. അവിടെ ഇരിക്കുക, സൈഡിൽ ഇരിക്കുക. കയറിക്കോ. ഞാൻ വരണ്ടേ? പോത്തില്ല കണ്ടോ? ഹായ്, നല്ല രസമുണ്ടല്ലേ? ഞങ്ങൾ അവിടെ ഉണ്ടാ കേട്ടോ വന്നേ. ഭയങ്കര വെട്ട വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയപ്പോ തനിക്ക് എന്നാ ചെയ്യണോന്ന് അറിയത്തില്ലേടോ. പേടിച്ചു പോയോ? ഇത് കറങ്ങുന്നത് കയ്യെ കൊള്ളല്ലേ. ഇതാ കേട്ടോ ഇതിന്റെ സ്റ്റിയറിങ് അതാ അതോ. അത് ശരി. അപ്പൊ ഞാൻ തുഞ്ചത്തല്ലേ ഇരിക്കുന്നേ. ഇതേ പോണ് കാണത്തില്ല.
വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയരുണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയരുണരുന്നു. ഞാൻ പറഞ്ഞേ രണ്ടുപേരും പതുക്കനെ നടന്നു വരുവാണ് വീഡിയോ എടുക്കാന്ന്. അന്നേരം അതുകൊണ്ട് രണ്ടുപേരും പതുക്കനെ സ്ലോമോ അടിക്കുക. ചേട്ടൻ ഇറക്കി വിടാതിരുന്നാൽ മതിയായിരുന്നു. ഇരുട്ടാ, വലിയധികം കാണത്തൊന്നുമില്ല. ആ നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല വെട്ടല്ലേ? ഭയങ്കര വെട്ടല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു കേട്ടോ ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത്തിരി കൂടെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഈ റമദാന്റെ ഇതിന്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈദിന്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒത്തിരി തിരക്ക് കുറഞ്ഞു. മോനെ, ഞാൻ ഇവിടെ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു തരാം. മേടിച്ചു തരുമോ? ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ സാധനവും ഞാൻ മേടിച്ചു തരത്തില്ല. എടാ പണ്ട് എടോ എന്നെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ബുദ്ധിശാലിയാണ്. ഞാനൊരു സാധനം ചൂണ്ടിക്കാണിച്ചു തരാം. ചൂണ്ടിക്കാണിക്കും. കാണിച്ചു തരാം. എന്നാ പിടിച്ചോ. മോൻ എന്തോ ചൂണ്ടിക്കാണിച്ചു തരാമെന്നും പറഞ്ഞോണ്ട് പോയിട്ടുണ്ട്. നേരെ വിട്ടോ, നേരെ വിട്ടോ. അവൻ പൊറോട്ടയാണോ വയ്ക്കുന്നത്? അവൻ പൊറോട്ട വേണമെന്നൊക്കെ ചോദിക്കുന്നു. എന്തുവാണാവോ തപ്പി തപ്പി പോകുന്ന അമ്മച്ചി. എടാ തനിക്ക് എന്തുവാടോ വേണ്ടത്? എന്തോ സാധനം വേണമെന്നും പറഞ്ഞുകൊണ്ട് തപ്പി തപ്പി പോകുന്നുണ്ട്. താൻ കണ്ടില്ലേ ഇതുവരെയായിട്ട്? ചെവി കടിക്കുന്നുണ്ടോ? ഒട്ടകം ആര് ചുമന്നോണ്ട് പോകുന്നു? ആ, ഒട്ടക സഞ്ചി ചുമക്കുന്നതാണോ വേണ്ടത്? ഇവിടെ ഒട്ടകം ഇല്ല. ഇവിടെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങാൻ നേരം ഒരു റീൽസ് എടുത്തു കേട്ടോ. ഒന്നെടുത്ത് രണ്ടെടുത്ത് മൂന്നാമത്തെ ഞങ്ങൾ അടിയായി. തനിക്ക് ഒട്ടകം അതുപോലത്തെ വേണോ? ആ പോകാറാകുമ്പോഴത്തേക്കിനും മേടിച്ചു തരാം. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ മേടിക്കാം. ബാ അല്ലേ, നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ മേടിക്കാടോ. താൻ ദുബായ് പോലീസിൻ്റെ വണ്ടി കണ്ടിട്ടുണ്ടോ? ഇത് കിടക്കുന്നു. ആ കുറച്ച് സ്വർണ്ണമൊക്കെ കാണാം അല്ലേ? അതെ, വന്നതേ എത്തി നോക്കുന്നുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഒരെണ്ണത്തെ പോയി പിടിച്ചാൽ ഞാൻ പേടും. എടോ 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 അങ്ങോട്ടല്ല, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. വരുവാ. അങ്ങനെ പലതും കൊള്ളാം. ഒള്ളി ദർശന സുഖം. ഓക്കെ, ഇട്ട് നോക്കണം എന്ന് മാത്രം പറയരുത്. കാണുക, പോരുക. ഓക്കെ, ബാ. താൻ വലുതായിട്ട് വേണം എനിക്കിതുപോലത്തെ കുറച്ച് വളയും കാപ്പും ഒക്കെ മേടിച്ചു തരാൻ. എനിക്കല്ല, എനിക്ക് താൻ മേടിച്ചു തരാൻ. ഞാൻ മേടിച്ചു തരാം. തരുവോ? എല്ലാം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഇവിടെ വെട്ടം മിന്നുന്നുണ്ട് കേട്ടോ. അതിവിടെ എല്ലായിടത്തും മിന്നൂടോ? ആ, ലൈറ്റ് ഇട്ടിരിക്കുന്ന. കൊള്ളാം, പൊളി പൊളിശാനം. ഓ, ഇതെന്നെ ഇത് വളയാ. മോൻ ആ ഉടുപ്പ് പോലത്തെ ഇത് മേടിച്ചിട്ട് തരുമോ? ഉടുപ്പ് പോലത്തെ ആ നടുക്കിരിക്കുന്നേ. അയ്യോ, എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ. എടാ, കണ്ണാടി അതിനല്ലേ വെച്ചേക്കുന്നേ? എന്നാന്നറിയത്തില്ല, ചെവി കേൾക്കുന്നില്ല. ആണോ? ഇപ്പൊ വീട് സ്ഥലം വിട്ട്
ഞാനത് പറഞ്ഞപ്പോ തൊട്ടാണ്ട പോണ്. അല്ലേലും ഞാനും എൻ്റെ അപ്പനൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുങ്ങാൻ വിദഗ്ധരാ. അയ്യോ നിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ട് വരട്ടെ. അത് നല്ലതാ. സാരിയുടെ കൂടുതലൊക്കെ ഇടാൻ നല്ല. ആ നീല കല്ല് കണ്ടോ? ഇതെന്തോ ഇത് ഡയമണ്ട്. ഡയമണ്ട് ഒക്കെ ഇതെല്ലാം സ്റ്റഡല്ലേ? സിമ്പിളോ? സിമ്പിൾ ആൻഡ് ഹംബിൾ. ഒരു റിങ്ങും ഒരു വളയും. ഭാവിയിൽ ഞാൻ തനിക്ക് മേടിച്ചു തരാം കേട്ടോ. ഞാനോർത്ത് ഭാവി താൻ എനിക്ക് മേടിച്ചു തരണമെന്നാ പറയാൻ വരുന്നത്. അല്ല ഞാൻ മേടിച്ചു തരാതാ. താൻ എനിക്കാണെങ്കിൽ ഓക്കെ ഓക്കെ. ആ തൊട്ടോ? തൊട്ടു തൊട്ടു തൊട്ടില്ല, കണ്ടു കണ്ടില്ല. ഓ താൻ തൊടുന്നതൊക്കെ തനിക്ക് മേടിച്ചു തരണമെന്നാണോ പറഞ്ഞേ? ആ അടിപൊളി. തൊട്ടു തൊട്ടു. അത് ഭാവിയിൽ തനിക്ക് മേടിക്കാൻ പറ്റട്ടെ. ആഗ്രഹിച്ച നടക്കാത്തതായിട്ട് എന്താടോ ഉള്ളേ? പക്ഷെ അധ്വാനിക്കണം, അല്ലാതെ തൻ്റെ പോലെ മടിയുള്ളവർക്കത് പറ്റിയതിട്ടല്ല. നാണം കെട്ട്. എന്നാ പോവാ. അതിൽ സെറ്റപ്പ് അപ്പുറത്തേത്. അത് കമ്മലോ? ഡീപ്പായിട്ട് ഒത്തിരി നോക്കണ്ട, ഇങ്ങനെ പോരെ. മോൻ്റെ കയ്യിൽ പൈസയില്ല. എന്നിട്ട് തിരക്ക് കുറവുണ്ട്. ഇത് കണ്ടോടോ? ആ അയാൾക്ക് ഭയങ്കര ഡൗട്ടാണ്. എല്ലാം വേണമെന്നുള്ളൊരു തോന്നലാണ്. എന്നാടോ? ആ കിരീടം കിരീടം. കുട്ടമ്മോൻ ഇടുന്നല്ല, അത് പെണ്ണുങ്ങളുടെ അല്ലേ? ആ എൻ്റെ അപ്പന് കിരീടം വേണോ? ആ മേടിച്ചു കൊടുക്കണോ? എന്നാ രസാ അല്ലേ? ലോക്കറ്റാ. ഞാനിപ്പോ എന്നാ പറഞ്ഞേ? ഓക്കെ, മിനി കൂപ്പർ വേണ്ട, എനിക്ക് ഇതേണ്ട ഇതുപോലത്തെ ഒരു മാല മേടിച്ച് തന്നാൽ മതി, സ്ത്രീധനമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. താൻ ഏതാ? താൻ ഏതാന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾ സ്ത്രീധനം തരേണ്ടതുള്ളൂ. കുട്ടനും മുളമയോ അവിടെ ഇരുന്നിട്ട് സ്ത്രീധനം തരാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പറയും ഇത് നിധിയാ വെച്ചോളാൻ പറയും. ആ അങ്ങനെ വേറെ ഒന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ തന്നെ തോന്നുന്നു? ആ അതൊക്കെ വേണമെന്ന് തോന്നുന്നു. അതൊന്നും മേടിച്ചാനായിട്ടുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ല. പക്ഷെ താൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം പറഞ്ഞില്ലേ? എന്നാ വേണമെന്നാ പറഞ്ഞേ? ഞാൻ കൊറേ വേണമെന്ന് പറഞ്ഞല്ലോ. എന്നാല് മനസ്സിലായോ? മിനി കൂപ്പറിന് മാല വേണമെന്നാ?
താൻ പോടോ, അതല്ലേ താൻ പൊട്ടനാണോ? ഇപ്പൊ ഞാൻ സാധിച്ചു തരും ആഗ്രഹം എന്താന്ന് വെച്ചാ ആ ആഗ്രഹം. പിന്നെ ലോക്കറ്റ് ഒന്നും അല്ല. എന്താ ചേച്ചൊരു ക്ലൂ പറ. ക്ലൂ പറ. താൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. അതാണെങ്കിൽ ഇപ്പൊ ആഗ്രഹം സാധിച്ചു തരും. ഞാൻ മറന്നുപോയി. ആ എന്നാ അവിടെ ഇരുന്നോ, ഞാൻ പോവാ. എന്റെ കാര്യം പറ. പാവല്ലേ മേടിച്ചോട്. പറ. എന്നാ ചേച്ചി പറ, എന്നായിരുന്നു? ഐസ്ക്രീം മറ്റേത് തുർക്കിഷ് ഐസ്ക്രീം. ആ അവിടെ വെച്ചിറങ്ങുന്നതിന് പറ. ആ എന്നാ മേടിച്ചാലോ? ആ സെയിം ചേട്ടൻ്റെ ആയിരുന്നു എന്നെയും പറ്റിച്ചത്. ആണോ? ആ പുള്ളിക്കാരനാ പൈസ കൊടുക്കുന്നേ? പുള്ളിക്കാരൻ്റെ കയ്യിലാ പൈസ കൊടുക്കുന്നേ? പുള്ളിക്കാരൻ്റെ കയ്യിലല്ല പൈസ കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ മേടിക്ക് കൊടുത്താ? ആ മൊത്തം മേടിക്കുമായിരിക്കും. ആണോ? ആളവിടെ നിപ്പുണ്ട് കേട്ടോ. വാനില വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇട്ട് കളയത്തില്ല എങ്കിലും. അയ്യോ, സെയിം പ്രോബ്ലം ആണോ? പൊട്ടിച്ച് കളഞ്ഞോടോ താനത്? എടുക്കുന്നുണ്ട്, തരുവായിരിക്കും അല്ലേ കൊച്ചേ? അയ്യോ, തന്നോ കൊച്ചേ? തരുന്നില്ലേ കൊച്ചേ? ലേലു തല്ലാൻ നിൽക്കുകയാണ് താൻ, ഓടാൻ നിൽക്കുന്നു. ആണ്ട ചെല്ല്, എക്സ്ട്രാ തരാന്ന് ചെല്ല്. അയ്യോ, എനിക്ക് പൈസ കൊടുക്കണോ? എന്തിയെ, കിട്ടിയോ? ഇഷ്ടപ്പെട്ടാ? ആണോ? ഞാനന്ന് ഒരെണ്ണം പൊട്ടിച്ചു. ഇത്തിരി ചേച്ചിക്ക് കൊടുക്കാതെ കഴിക്കുവാണോ താൻ? എന്നാ സാധനമാ? തൊണ്ടയ്ക്ക് വേദനയാണോ? ആ തുർക്കിഷ് ഐസ്ക്രീമാ. എങ്ങനെയുണ്ട്? നല്ലതാണോ? കൊള്ളവോ? അങ്ങേര് ചോദിക്കാൻ നീ എന്തിനാ ദേഷ്യം പിടിച്ച് നിന്നേന്ന്. അയ്യോ, എണിച്ചിട്ടിട്ട് തരാവോ? ഞാൻ കഴിച്ചോളാം, എനിക്ക് തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി കഴിച്ചു. ആ അപ്പൊ ആ ആഗ്രഹം സാധിച്ചേ? ഇന്നത്തേക്കിന് തീർന്നേ? സ്വർണ്ണമൊക്കെ കണ്ടിട്ട് എന്നാ തോന്നി? സ്വർണത്തിൻ്റെയോ? ആ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, നമുക്കെന്നാ പോയേക്കാം.